കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന മറ്റൊരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റായ യാസാറ്റ് ട്രാക്ക് ചെയ്യുന്ന ഡിഷ് ആൻറ്റിന ടാറ്റ സ്കൈയുടെ മൾട്ടി കണക്ഷനൊക്കെ ഉപയോഗിച്ചിരുന്ന സൈസ് കൂടുതലുള്ള ഡിഷ് ആൻറ്റിനയാണ്. 52 ഡിഗ്രിയിലുള്ള ഈ സാറ്റലൈറ്റ് നമുക്ക് കേരളത്തിൽ ചെറിയ ഡിഷ് ആൻറ്റിന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ ഡിഷ് ആൻറ്റിന, ഇതിൻ്റെ സൈസും അളവും ഞാനിതിൽ കാണിക്കാം. ഇത് കേരളത്തിൽ തെക്ക് ഭാഗത്തേക്ക് സിഗ്നൽ കുറവാണ്. അതേസമയം മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വടക്ക് ഭാഗത്തേക്ക് അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നല്ല സിഗ്നൽ കവറേജ് കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഇതിന് കാണുന്നത്. കേരളത്തിൽ തെക്കോട്ട് തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സിഗ്നൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഡിഷ് ആൻറ്റിനയിൽ യാസാറ്റ് ട്രാക്ക് ചെയ്യുന്നത് ടാറ്റ സ്കൈയുടെ ബ്ലാക്ക് LNB 101 സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ടാറ്റ സ്കൈയുടെ ബ്ലാക്ക് LNB ഒറിജിനൽ LNB ആണ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കപ്പ് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. കപ്പ് അഴിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് 1%, 2% സിഗ്നൽ കൂടുതലായി കിട്ടുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ സാറ്റലൈറ്റ് ഈ ഡിഷ് ആൻറ്റിനയിൽ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മുമ്പ് നമുക്ക് HD മ്യൂസിക് ചാനലുകളൊക്കെ, അറബിക് ചാനലുകളൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ആ ചാനലുകളൊക്കെ ഇതിൽ നിന്നും പോയി. മറ്റുള്ള ചാനലുകളാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിഷ് ആൻറ്റിനയുടെ അളവൊന്ന് പരിശോധിക്കാം. ഡിഷ് ആൻറ്റിനയുടെ നീളവും വീതിയും. ഇത് ഓഫ്സെറ്റ് ഡിഷ് ആൻറ്റിന ആയത് കാരണം 2 അളവുകളിലാണ് വരിക. നീളം വീതിയും ഒരുപോലെയല്ല. അപ്പോൾ മുകളിൽ നിന്നും താഴോട്ടുള്ള അളവ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ ഡിഷ് ആൻറ്റിന മുകളിൽ നിന്നും താഴോട്ടുള്ള ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 103 സെൻറ്റിമീറ്ററാണ് ഉള്ളിലേക്ക് വരുന്നത്. 103 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇനി നമുക്ക് വീതി ഒന്ന് നോക്കാം. ഡിഷ് ആൻറ്റിനയുടെ വീതി ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് വെച്ച് നോക്കാം. 92 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ ഡിഷ് ആൻറ്റിന 92 സൈസിലുള്ള ഓഫ്സെറ്റ് KU ബാൻഡ് ഡിഷ് ആൻറ്റിനയാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് സെറ്റപ്പ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്യാം. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടൈഗറിൻ്റെ സോഫ്റ്റ്വെയറാണ് ഇന്ന് യാസാറ്റ് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ സെറ്റപ്പ് ബോക്സിൽ ബ്ലൈൻഡ് സ്കാൻ കൊടുക്കുമ്പോൾ നിലവിലുള്ള ഈ സാറ്റലൈറ്റിലെ ചാനലുകൾ ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. FTA ചാനലുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇതിൽ ട്യൂൺ ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റിൽ പേ ചാനൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ പേ ചാനൽ നമുക്ക് ആവശ്യമില്ല, ഓപ്പൺ ആവുന്ന ചാനലുകളൊന്നുമല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ചാനലുകൾ മാത്രം നമുക്ക് എത്ര കയറി വരുന്നു, ട്യൂണാവുന്നു എന്ന് നോക്കാം. TPകൾ ഒരുപാട് ഇതിൽ ട്യൂണാവുന്നുണ്ട്. ഈ TPകളൊക്കെ പേ ചാനലിൽ വരുന്ന TPകളാണ്. നമുക്ക് ഓപ്പൺ ആവുന്ന ചാനലുകൾ 16 ചാനലുകൾ, TV ചാനലുകൾ ട്യൂണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 16 ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സാറ്റലൈറ്റിൽ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നത് HD ചാനലുകൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, HD റെസൊല്യൂഷനിൽ ക്വാളിറ്റിയുള്ള ചാനലുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. 6 HD ചാനലുകളാണ് നമുക്കിതിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അറബിക് ചാനലുകളും അതുപോലെ ഇറാൻ്റെയൊക്കെ ചാനലുകളാണ് കൂടുതലായിട്ട് വരുന്നത്. യൂറോപ്യൻ ഷിയ TV, അതുപോലെ അൽ ഹാസ് 24x7 എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ചാനൽ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് HD ചാനലല്ല, ST സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ചാനലാണ്. അത്യാവശ്യം നല്ല മ്യൂസിക് ചാനലാണ് ഇത്. അതിന് തൊട്ട് താഴെയായി ഗൾഫ് മൂവീസ് എന്ന് പറഞ്ഞിട്ട് HD ചാനൽ, മുഴുവൻ സമയ ഇംഗ്ലീഷ് മൂവികളൊക്കെയാണ് ഇതിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. HD ക്വാളിറ്റിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവി ചാനലുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫ്രീക്വൻസിയും TP, സിമ്പിൾ റേറ്റ് എല്ലാം
ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ TP ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ LNB വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ശരിയായ രീതിയിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ഹോറിസോണ്ടലായിട്ട് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ LNB കേബിൾ കണക്ട് ചെയ്യുന്ന സ്ക്യൂ മുകളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് വെർട്ടിക്കലായും, സാധാരണ രീതിയിൽ കുറച്ച് താഴ്ന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഹോറിസോണ്ടലായി ട്യൂണായി വരുന്നതാണ്. ബാക്കിയുള്ള HD ചാനലും താഴെ കാണുന്നുണ്ട്. ഇമാം ഹുസൈൻ 2 എന്ന് പറഞ്ഞിട്ടൊരു HD ചാനൽ. ഇതൊക്കെ മതപ്രഭാഷണങ്ങളും മറ്റു ഒക്കെ അറബി ചാനലുകളൊക്കെയാണ് വരുന്നത്. ഇതിൽ 16 TV ചാനലുകൾ നമുക്ക് ട്യൂണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.